നമസ്കാരം. എന്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു തോമസ് ഊരാമേലിൽ കല്ലുവരിക്കൽ. ഇന്ന് ഞാൻ എന്റെ ചാനൽ കൂടി വിശദമാക്കാനായി പോകുന്നത് കേരളത്തിലെ അതിപ്രശസ്തവും പേരുകേട്ടതുമായ ഒരു വള്ളംകളിയായ കായംകുളം വള്ളംകളിയെ കുറിച്ചാണ്. കായംകുളം ബോട്ട് റേസ്, കായംകുളം ജലമേള, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളം ബോട്ട് റേസ്, CBL കായംകുളം, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഈ വിശ്വപ്രസിദ്ധ ജലമേള അറിയപ്പെടുന്നു. ഈ കായംകുളം ജലോത്സവം 2010 ആരംഭിച്ചത്. ഈ ജലോത്സവം നടക്കുന്ന നെട്ടായം, അതായത് ഈ ജലോത്സവം നടക്കുന്നത് കായംകുളം കായലിൽ വെച്ചാണ്. കേരളത്തിലെ അതിപ്രശസ്തമായ കായലാണ് ഈ കായംകുളം കായൽ. വേമ്പനാട്ട് കായൽ പോലെയും അതുപോലെ തന്നെ അഷ്ടമുടി കായൽ പോലെയും കേരളത്തിലെ അതിപ്രശസ്തമായ കായലാണ് ഈ വള്ളംകളി കിടക്കുന്ന കായംകുളം കായൽ. കായംകുളം കൊച്ചുണ്ണിയുടെ വീരഗാഥകൾ പാടുന്ന, നാളികേര വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ കരകളുള്ള കായലാണ് ഈ കായംകുളം കായൽ. ഈ കായംകുളം ഈ ചരിത്രപരമായി കേരള ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതായത് കായലുകളും കുളങ്ങളും തിങ്ങി നിറഞ്ഞ സ്ഥലമായിരുന്നു കായംകുളം. കായൽ കുളം, അതായത് കായലും കുളങ്ങളും തിങ്ങി നിറഞ്ഞ് ജലസമൃദ്ധി ഉള്ള, അല്ലെങ്കിൽ ജലസമൃദ്ധമായ പുഴകളും നദികളുമായുള്ള ജലസമൃദ്ധ മേനിയുള്ള സ്ഥലമായിരുന്നു ഈ കായംകുളം. ഈ കായൽക്കുളം ലോപിച്ചാണ് കായംകുളം എന്ന പേര് ആർജിച്ചെടുത്തത്. അതുപോലെ തന്നെ ഈ കായംകുളം നാട്ടുരാജ്യമായിരുന്ന ഓണാട്ടുകര, അല്ലെങ്കിൽ ഓടനാടിന്റെ ഭാഗമായിരുന്നു. ഓടം എന്ന് പറഞ്ഞാൽ വള്ളം. കായലുകളും കുളങ്ങളും തിങ്ങി നിറഞ്ഞ കായംകുളത്ത് യാത്ര ചെയ്യുന്നതിന് പണ്ടുകാലത്ത് ആൾക്കാർക്ക് വഞ്ചി അല്ലെങ്കിൽ വള്ളം അല്ലെങ്കിൽ ജലയാനങ്ങൾ ആവശ്യമായിരുന്നു. ആ ജലയാനങ്ങളുടെ പേരാണ് ഓടം, അല്ലെങ്കിൽ ജലയോടം, ജലയാനം, ഓടം എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ഇതാണ് വഞ്ചി തന്നെയാണ്, വള്ളം തന്നെയാണ്. അങ്ങനെ ഓടം ആവശ്യമായതുകൊണ്ട് തന്നെ ഓടങ്ങളുടെ നാടിനെ, അല്ലെങ്കിൽ വള്ളങ്ങളുടെ നാടിനെ ഓടനാട് എന്ന പേര് കിട്ടി. ഈ ഓടനാട് തന്നെയാണ് ഈ കായംകുളം. ഓടനാട്, കായംകുളം, അതുപോലെ തന്നെ ഓണാട്ടുകര എല്ലാം കായംകുളം തന്നെയാണ്. വിശാലമായ കായംകുളം തന്നെയാണ് ഇതെല്ലാം. അതായത് ഈ ചരിത്രകാലത്ത് നാട്ടുരാജ്യമായിരുന്ന ഈ ഓടനാട് വിശാലമായ കായൽ തീരവും വിശാലമായ കടൽ തീരവുമുള്ള അതിപ്രസിദ്ധവും അതിസുന്ദരവുമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഈ ഓടനാട്, അല്ലെങ്കിൽ കായംകുളത്തിന് ധാരാളം കായൽ കഥകൾ പറയാനുണ്ട്. ചരിത്രകാലത്ത് ഈ ഓടനാട്, അല്ലെങ്കിൽ കായംകുളം ഒരു കായൽ വാണിജ്യ കേന്ദ്രമായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കായലിലൂടെ ചരക്കുകൾ കെട്ടുവള്ളങ്ങളിൽ കൊണ്ടുവരികയും അത് പണ്ടകശാലകളിൽ സൂക്ഷിക്കുകയും വാണിജ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാണിജ്യം നടത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കായംകുളം ദേശത്തിന് പോർച്ചുഗീസുകാരുമായും ഡച്ചുകാരുമായും നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വള്ളംകളി നടക്കുന്ന ജലോത്സവ നെട്ടായം, അല്ലെങ്കിൽ കായംകുളം കായൽ വേമ്പനാട്ട് കായലിന്റെ തെക്കുഭാഗത്തായി കാർത്തികപ്പള്ളി മുതൽ പന്മന വരെ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു കായലാണ്. ഈ വള്ളംകളി നടക്കുന്ന ജലോത്സവ നെട്ടായം, അല്ലെങ്കിൽ വാട്ടർ ട്രാക്ക്, നമ്മുടെ ഈ കായംകുളം കായലിന്റെ ഒരു ഷാലോ പോർഷനാണ്. അതായത് അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. ഏവർക്കും അറിയാവുന്നതാണ്. കായലിൽ തുഴയുന്നവർക്കോ അല്ലെങ്കിൽ ആറ്റിൽ തുഴയുന്നവർക്കോ, തുഴച്ചിൽക്കാർക്ക്, റോവേഴ്സ് എന്നാണ് അവരെ ഇംഗ്ലീഷിൽ പറയുന്നത്, ഈ തുഴച്ചിൽക്കാർക്ക് ധാരാളം വെള്ളമുള്ള അല്ലെങ്കിൽ ജലസമൃദ്ധ മേനിയുള്ള നെട്ടായങ്ങൾ, അല്ലെങ്കിൽ വാട്ടർ ട്രാക്ക്, അല്ലെങ്കിൽ വാട്ടർ സ്റ്റേഡിയമാണ് വള്ളംകളിക്ക് ഏറ്റവും ഇഷ്ടം. കേരളത്തിലെ തന്നെ വള്ളംകളി നടക്കുന്ന നെട്ടായങ്ങളിൽ ഷാലോ വാട്ടർ ട്രാക്കിന് ഉടമയാണ് നമ്മുടെ ഈ കായംകുളം നെട്ടായം. അതായത് കായലിൽ ആഴം കുറഞ്ഞ ഭാഗം. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് റോവേഴ്സിന്, അല്ലെങ്കിൽ തുഴച്ചിൽക്കാർക്ക് ചലഞ്ചിങ് ആയ രീതിയിൽ തുഴയാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞ തുഴച്ചിൽ സ്ഥലമാണ് ഈ കായംകുളം എന്ന് പറയുന്നത്. അവസാനം നടന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളം ജലോത്സവത്തിൽ 2025 നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളം ജലോത്സവത്തിൽ ജേതാക്കളായ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി തൊഴിഞ്ഞ വിയപുരം ചുണ്ടനായിരുന്നു. അവർക്ക് ജേതാക്കൾക്കുള്ള 5 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായി കായംകുളത്ത് ലഭിച്ചത്. രണ്ടാം സ്ഥാനം കായംകുളത്ത് 2025 CBL നേടിയത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം തൊഴിഞ്ഞ നടുവിലേപ്പറമ്പൻ ചുണ്ടനായിരുന്നു. അവർക്ക് രണ്ടാം സ്ഥാനക്കാർക്കുള്ള CBL കായംകുളം തുകയായ പ്രൈസ് മണിയായ 3 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനം കായംകുളം CBL ഫൈനലിൽ നേടിയത് നിരണം ബോട്ട് ക്ലബ് തൊഴിഞ്ഞ നിരണം ചുണ്ടനായിരുന്നു. അവർക്ക് CBL കായംകുളത്തിന്റെ പ്രൈസ് മണിയായ, മൂന്നാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് മണിയായ 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. ഇതോടൊപ്പം ഫൈനലിൽ പങ്കെടുത്ത ഈ 3 വള്ളങ്ങൾക്ക് പുറമെ മറ്റ് 6 വള്ളങ്ങൾ കൂടി ഈ CBL കായംകുളത്തിൽ പങ്കെടുത്തിരുന്നു. കായംകുളം നടന്ന ജലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. അതായത് ഈ 3 വള്ളങ്ങൾക്ക് പുറമെ മേൽപ്പാടം ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, പായിപ്പാടം ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ തുടങ്ങിയ 6 വള്ളങ്ങൾ കൂടെ കൂട്ടി മൊത്തമായി CBL കായംകുളത്ത് 9 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ CBL കായംകുളം നടക്കുന്ന, അതായത് കായംകുളം ജലോത്സവം നടക്കുന്ന ഈ നെട്ടായത്തിന്റെ ദൂരം, ഈ വാട്ടർ റേസിംഗ് ട്രാക്കിന്റെ ദൂരം, ജലോത്സവ ട്രാക്കിന്റെ ദൂരം 1200 മീറ്റർ ആണ്. 1000
മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 1200 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ 200 മീറ്ററുമാണ് ഈ വാട്ടർ റേസിംഗ് ട്രാക്കിന്റെ ദൂരം. കേരളത്തിലെ പ്രശസ്തമായ പല നെട്ടായങ്ങളെയും മാച്ച് ചെയ്യുന്ന ദൂരം തന്നെയാണ് ഈ കായംകുളത്തും ഉള്ളത്. മാത്രമല്ല, ഈ കായംകുളം ജലോത്സവ നെട്ടായത്തിന് ഒരു സ്ഥിരമായ പവിലിയൻ ഉണ്ട്. അതായത് ജലോത്സവത്തിന് ഒരു ജലോത്സവ പവിലിയനും ഈ കായംകുളം കായലിന്റെ ജലോത്സവം നടക്കുന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ആഴം കുറഞ്ഞ ട്രാക്കാണ് കായംകുളത്ത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റോവേഴ്സിന് അല്പം വെല്ലുവിളിയുണ്ട്. കേരളത്തിലെ എല്ലാ ജലാശയങ്ങളിലും അതുപോലെ തന്നെ കായലുകളിലും പോളയുടെ പ്രസൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ കായംകുളം കായലിൽ സാധാരണയായി പോളയുടെ പ്രസൻസ് അല്പം കൂടുതലാണ്. ഈ ആഴം കുറഞ്ഞ ട്രാക്ക് എന്നതിന് പുറമെ പോളയുടെ പ്രസൻസും കൊണ്ട് കൂടി റോവേഴ്സിന് അല്പം കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് ഈ കായംകുളത്തെ ട്രാക്ക്. എങ്കിൽ കൂടിയും വാട്ടർ റേസിംഗ് ട്രാക്കിലെ കേരളത്തിൽ ഗമയുള്ള ഏവരും ശ്രദ്ധിക്കുന്ന വാട്ടർ റേസിംഗ് ട്രാക്കാണ് കായംകുളത്തുള്ളത്. അതായത് കേരളത്തിലെ ജലോത്സവങ്ങളിൽ പേര് കേട്ടതും അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന CBL ബോട്ട് റേസിന്റെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസിന്റെ അഭിവാജ്യ ഘടകവുമായ ഒരു ബോട്ട് റേസ് ആണ് നമ്മുടെ കായംകുളം CBL ബോട്ട് റേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളത്തെ ജേതാക്കൾ വിയവരും ചുണ്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പുള്ള 2024 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളം വിന്നർ ഹരിച്ചാൽ ചുണ്ടനായിരുന്നു. സാധാരണയായി കായംകുളത്ത് 3 ട്രാക്കുകളിലായാണ് 1200 മീറ്റർ വരുന്ന ജലോത്സവ നെട്ടായത്തിൽ 3 ട്രാക്കുകളിലാണ് കായംകുളത്ത് സാധാരണയായി മത്സരങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ആഴം കുറഞ്ഞ ഷാലോ ട്രാക്കാണ്. ചെറിയ രീതിയിൽ പോളയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കായലിൽ തുഴകൾ, പങ്കായങ്ങൾ, നയമ്പുകൾ ഉപയോഗിച്ച് കുത്തിവലിക്കാൻ പറ്റിയ ഒരു വാട്ടർ ട്രാക്കാണ് കായംകുളത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കായംകുളം ജലോത്സവ നെട്ടായത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ വഴി ഞാൻ ഇന്ന് പറഞ്ഞു തരാം. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവര് മെർമെയ്ഡ് സ്റ്റാച്യു കായംകുളം അല്ലെങ്കിൽ വള്ളംകളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ചാൽ സുഖമായിട്ട് അവിടേക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ കായംകുളം ബസ് സ്റ്റാൻഡ്, അതായത് കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ദേശീയപാത ഈ കായംകുളത്തൂടി കടന്നു പോകുന്നു. അതായത് മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി, അതായത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH66, പഴയ NH47 ആയിരുന്നു വേറെ. ഈ NH66 കായംകുളത്തൂടി കടന്നു പോകുന്നു. കായംകുളം പ്രസിദ്ധമായ കായംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക, ഓട്ടോറിക്ഷ പിടിക്കുക, നമ്മൾക്ക് ഈ മെർമെയ്ഡ് സ്റ്റാച്യു എന്ന് പറയുക, അല്ലെങ്കിൽ ഈ കായംകുളം ജലോത്സവ നെട്ടായം എന്ന് പറയുക, അവിടേക്ക് എത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, വാഹനങ്ങളിൽ വരുന്നവര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മെർമെയ്ഡ് സ്റ്റാച്യു കായംകുളം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷനിലേക്ക് എത്താവുന്നതാണ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യകയാണ്. ഈ കായലോരത്ത്, അതായത് ഈ വള്ളംകളി നടക്കുന്ന നെട്ടായത്തിലെ ഫിനിഷിംഗ് പോയിന്റിന് സമീപമായി ഒരു മത്സ്യകന്യകയുടെ പ്രതിമയുണ്ട്, മത്സ്യകന്യകയുടെ സ്റ്റാച്യു ഉണ്ട്, ഒരു രൂപമുണ്ട്. അതിനോട് ചേർന്ന് ഒരു പാർക്കുമുണ്ട്. ടൂറിസം നവീകരണത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ മെർമെയ്ഡ് സ്റ്റാച്യു അല്പം പ്രസിദ്ധമാണ്. അതായത് നാം പല സ്ഥലത്തും കാണാത്ത മത്സ്യകന്യകയുടെ ശില്പത്തിൽ നിന്ന് അല്പം വിഭിന്നമായ രൂപമുള്ള ഒരു പ്രസിദ്ധമായ മെർമെയ്ഡ് സ്റ്റാച്യു അല്ലെങ്കിൽ മത്സ്യകന്യകയുടെ രൂപമാണ് ഈ കായംകുളത്ത് ജലോത്സവ പൗലിയന്റെ സമീപമായി ഉള്ളത്. ഈ ജലോത്സവം നടക്കുന്ന സ്ഥലം വള്ളംകളി കാണാൻ മാത്രമല്ല, സമൃദ്ധമായി കായൽക്കാറ്റ് കൊള്ളാവുന്ന അതിമനോഹരവും അതിസുന്ദരവുമായ ഒരു സ്ഥലമാണ്. സായാഹ്നത്തിൽ വൈകുന്നേരങ്ങളിൽ കുടുംബമായി സമയം ചെലവഴിക്കാനും കായൽക്കാറ്റ് കണ്ട് സൊറ പറഞ്ഞിരിക്കാനും പറ്റുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ നെട്ടായക്കരയിലെ സ്ഥലമാണ് ഈ കായംകുളം കായലിന്റെ ഈ ജലോത്സവം നടക്കുന്ന സ്ഥലം. അത്രമാത്രം പേരുകേട്ട കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളി നടക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ സ്ഥലമാണ് ഈ കായംകുളം കായലും അത് ബന്ധപ്പെട്ട സ്ഥലങ്ങളും. വള്ളങ്ങളെയും ജലയാനങ്ങളെയും ജല ഓടങ്ങളെയും സംബന്ധിച്ച അറിവുകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു വിവരവുമായി നമ്മൾക്ക് എന്റെ ചാനൽ കൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.